നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്ത ഇറാന്റെ ഒരു യുദ്ധക്കപ്പൽ അമേരിക്ക മുക്കിക്കളഞ്ഞു എന്നതാണ്. ഈ വാർത്ത അമേരിക്കയുടെ വളരെ വലിയ ഒരു യുദ്ധവിജയമായിട്ട് ആഘോഷിക്കുന്ന ചില വിഡ്ഢികളെ ഞാൻ കണ്ടു. അവരെ ഞാൻ എന്തുകൊണ്ട് വിഡ്ഢികൾ എന്ന് വിളിക്കുന്നത് ചോദിച്ചാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാമായിരിക്കും. ഈ ദേന എന്ന് പറയുന്ന കപ്പൽ നമ്മുടെ രാജ്യത്തിൻ്റെ ക്ഷണമനുസരിച്ച് ഇന്ത്യയിലേക്ക് വന്നതാണ്. ഈ അടുത്ത സമയത്ത് വിശാഖപട്ടണത്ത് നടന്ന 2 നേവൽ എക്സർസൈസുകളിൽ പങ്കെടുക്കാനായിട്ടാണ് ഈ കപ്പൽ വന്നത്. ഇവർ മാത്രമല്ല, ഏതാണ്ട് 75 രാജ്യങ്ങളിലെ നേവൽ ഫോഴ്സുകൾ നമ്മുടെ രാജ്യത്ത് നടന്ന വളരെ വിപുലമായ ഈ വ്യായാമത്തിൽ, ഈ എക്സർസൈസിൽ പങ്കെടുത്തിരുന്നു. അക്കൂട്ടത്തിൽ അമേരിക്കയുടെ കപ്പലുമുണ്ട്, ഇറാൻ്റെ കപ്പലുണ്ട്, റഷ്യ തുടങ്ങി നിരവധി രാജ്യങ്ങളുടെ നേവൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ക്ഷണമനുസരിച്ച് വന്ന അതിഥികളായിരുന്നു ഈ കപ്പലിലുണ്ടായിരുന്നത്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ അമേരിക്കൻ യുദ്ധവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കപ്പലായിരുന്നു. തീർച്ചയായിട്ടും അത് ഇറാൻ്റെ കപ്പലാണ്, പക്ഷേ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരു കപ്പലായിരുന്നില്ല. ആ കപ്പൽ ഇങ്ങനെ ഒരു മിഷന് വന്നതാണ് എന്നുള്ളത് അമേരിക്കയ്ക്കും അറിയാം. കാരണം അമേരിക്കയുടെ പട്ടാളക്കാരും അവിടെ ഉണ്ടായിരുന്നു. അമേരിക്കയുടെ നാവികരും ഇറാൻ്റെ നാവികരും വിശാഖപട്ടണത്ത് ഒരേ ഹോട്ടലിലാണ് താമസിച്ചത് എന്ന് പറയുന്നു. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് സൗഹൃദമൊക്കെ പങ്കുവെച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒക്കെ അവിടെ നടന്ന പരിപാടികളിൽ പങ്കെടുത്തവരാണ്. അതിനുശേഷം ഇവർ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരികെ അവരുടെ രാജ്യത്തേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ സമുദ്രാതിർത്തിയിൽ വെച്ചാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ സമുദ്രാതിർത്തിയിൽ വെച്ചാണ് അമേരിക്ക അവരെ ചതിയിലൂടെ ആക്രമിച്ച് ആ കപ്പൽ മുക്കിക്കളഞ്ഞത്. ഇങ്ങനെ ഒരു ആക്രമണം വരുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. കാര്യം അവർക്ക് യുദ്ധത്തിൽ നേരിട്ട് ബന്ധമില്ല. അവരിങ്ങനെ ഒരു കാര്യത്തിന് പങ്കെടുത്തിട്ട് മടങ്ങിപ്പോവുകയാണ്. അപ്പോൾ അവരെ ചതിയിലൂടെ ഈ കൊഴുത്തു നാറിയ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ആക്രമിച്ച് അവരെ കൊലപ്പെടുത്തിയെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന ആ പ്രവൃത്തി യഥാർത്ഥത്തിൽ ഇറാനേക്കാളേറെ നമുക്ക് നേരെയാണ്. നമ്മുടെ അതിഥികളായിട്ട് വന്നു പോകുന്ന ആൾക്കാരെ ആരെങ്കിലും ഇതേപോലെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആ ആക്രമണം അവർക്ക് നേരെ മാത്രമാണോ അതോ അവരെ ക്ഷണിച്ച ആൾക്കാരുടെ നേരെ കൂടിയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ വീട്ടിൽ നമ്മൾ അതിഥികളായിട്ട് ആരെങ്കിലും ക്ഷണിച്ചു വരുത്തി അവരതിൽ വന്ന് സംബന്ധിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോകുമ്പോൾ അവരെ ആരെങ്കിലും ആ സമയത്ത് ആക്രമിക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് അവർക്ക് നേരെ മാത്രമുള്ള ആക്രമണമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിന് അമേരിക്കയ്ക്ക് നേരെ ഒരക്ഷരം പറയാനുള്ള ധൈര്യമില്ല. ഇത്രയേറെ അമേരിക്കയെ ഭയക്കുന്ന ഒരു സർക്കാർ ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മുടെ ഭരണകൂടം ഈ നടന്ന ആക്രമണത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവരുടെ നാവിൽ നിന്നും ഒന്നും തന്നെ വീണിട്ടില്ല. നാളെ അമേരിക്ക വന്ന് നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചാൽ പോലും ശരി, അവരൊരു പക്ഷേ അതിനെതിരെ എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നുമില്ല. കാരണം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ മുഖത്തേറ്റ അടിയാണ്. നമ്മുടെ നാട്ടിലേക്ക് വന്ന, നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ആൾക്കാരെ നമ്മുടെ തന്നെ സമുദ്രാതിർത്തിയിൽ വെച്ച് കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വലിയ അപമാനമാണ് നമുക്കുണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നാൽ നമ്മുടെ ഭരണകൂടത്തിന് അമേരിക്കയെ പേടിയാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ എന്തെങ്കിലും അവർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പക്കൽ ഇവരെ പൂട്ടാനുള്ള നിരവധി വിവരങ്ങൾ കാണും. അതവരെ പുറത്തു വിടുമായിരിക്കും. അതുകൊണ്ടാണ് ഇവർ ഭയക്കുന്നത്. നമ്മൾ കണ്ടതാണ്, അമേരിക്കയും ഇസ്രായേലും ആയത്തുള്ള അലി ഖമനയെ കൊലപ്പെടുത്തിയപ്പോൾ അതിനെതിരെ ഒരക്ഷരം പോലും നമ്മുടെ രാജ്യം മിണ്ടിയില്ല. പോട്ടെ, അവിടെ ഏതാണ്ട് 150ഓളം കുഞ്ഞുങ്ങളെ, ഒരു തെറ്റും ചെയ്യാത്ത പാവം പിടിച്ച കുഞ്ഞുങ്ങളെ ഇവർ കൊലപ്പെടുത്തിയപ്പോൾ അവിടെയും നമ്മുടെ രാജ്യം യാതൊരു പ്രശ്നവും കണ്ടില്ല, ഒരു കുറ്റവും കണ്ടില്ല. എന്നാൽ ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിച്ചു എന്ന് പറഞ്ഞ് അതിനെ അപലപിക്കാൻ നരേന്ദ്രമോദി ചാടിയിറങ്ങി. യഥാർത്ഥത്തിൽ ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇറാൻ ആക്രമിച്ചിരിക്കുന്നത് അമേരിക്കൻ ബേസുകളെ മാത്രമാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിജി അപലപിച്ചത്. ഞങ്ങളുടെ അമേരിക്കയുടെ ബേസുകളെ എന്തിനാണോ നിങ്ങൾ ആക്രമിച്ചത്? ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അവിടെയുള്ള അമേരിക്കൻ താവളങ്ങൾ ഇറാൻ ആക്രമിച്ചത് കൊണ്ട് അതിനെ അപലപിക്കാൻ അമേരിക്കയുടെ വിശ്വസ്തനായ ഭക്തനായ നരേന്ദ്രമോദി ചാടിയിറങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം കുറെ കൂടി തൻ്റെ ഇടമുള്ള ആരെങ്കിലും ഭരിച്ചിരുന്നെങ്കിൽ എന്ന് യഥാർത്ഥത്തിൽ സത്യമായിട്ടും ആശിച്ചു പോവുകയാണ്. ഈ അടുത്ത സമയത്ത് അമേരിക്ക സ്പെയിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇറാനെ ആക്രമിക്കാൻ നിങ്ങളുടെ ഏരിയ വിട്ടുതരണമെന്ന്. സ്പെയിൻ പറഞ്ഞ്
ഞങ്ങളുടെ ആകാശമോ ഭൂമിയോ മണ്ണോ ഒന്നും തന്നെ നിങ്ങൾക്ക് വിട്ടുതരില്ല, അവിടെ നിന്ന് യാതൊരു ആക്രമണം നിങ്ങൾ നടത്തുകയുമില്ല. അപ്പോൾ ട്രംപ് പറഞ്ഞു, നിങ്ങളുമായിട്ടുള്ള വ്യാപാരം ഒന്ന് ഞങ്ങൾ നിർത്തിവെക്കും, എന്തൊക്കെയോ ഭീഷണി മുഴക്കി. സ്പെയിൻ പറഞ്ഞ് പോയി പണി നോക്കൂടെ, ഞങ്ങൾ നിങ്ങളുടെ അടിമയൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ പറയാൻ തൻ്റെ ഇടമുള്ള ഭരണാധികാരികളാണ് സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടത്. ഈ നരേന്ദ്രമോദിക്ക് മുമ്പിരുന്ന എല്ലാ പ്രധാനമന്ത്രിമാരും അമേരിക്ക ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഭീഷണി മുഴക്കി കഴിഞ്ഞാൽ ശക്തമായ ഭാഷയിൽ മറുപടി കൊടുത്തിരുന്നവരാണ്. വാജ്പേയി ഭരിക്കുന്ന സമയത്താണ് നമ്മുടെ രാജ്യം അണുബോംബിന് ന്യൂക്ലിയർ പരീക്ഷണം നടത്തുന്നത്, നമ്മളൊരു ന്യൂക്ലിയർ പവറായിട്ട് മാറുന്നത്. ആ സമയത്ത് അമേരിക്ക ഭീഷണി മുഴക്കി, വാജ്പേയി പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള പ്രധാനമന്ത്രിമാർ ഭരിച്ച നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ വാ തുറക്കാൻ ഭയക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇരിക്കുന്നത്. എന്തായാലും ശരി, അത് നമ്മുടെ വിധിയാണ്, അതങ്ങനെ പൊക്കോട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അമേരിക്ക എന്തുകൊണ്ട് ഈ കപ്പലിനെ ആക്രമിച്ചു? ഒന്ന്, അവർ ഇന്ത്യക്ക് യാതൊരു വിലയും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിഥികളായിട്ട് വന്നു പോയ അവരെ ഒരിക്കലും ആക്രമിക്കില്ലായിരുന്നു. രണ്ട്, ബഹ്റൈനിൽ അവർക്ക് 5th ഫ്ലീറ്റ് എന്ന് പറയുന്ന ഒരു നേവൽ ബേസ് ഉണ്ട്. ആ നേവൽ ബേസ് ഇറാൻ അടിച്ച് തകർത്തിരിക്കുകയാണ്. നമുക്ക് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് കിട്ടുന്ന അടികളുടെ വിവരമൊന്നും ശരിയായിട്ട് അറിയാൻ പറ്റുന്നില്ല. കാരണം അതെല്ലാം അവർ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ നടക്കുന്ന ആക്രമണത്തിൻ്റെ വിവരങ്ങൾ ഒരു കാരണവശാലും ശരി പുറത്തു പോകരുത്, മാധ്യമങ്ങളിൽ വരരുത്. ആൾക്കാർക്കും അവിടുത്തെ സർക്കാരുകൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വീഡിയോ എടുക്കുകയോ ഫോട്ടോ എടുക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് അവിടെ നടക്കുന്ന ആക്രമണം എത്രമാത്രം ഭീകരമാണ് എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ ഈ സമയത്ത് IRGC പറഞ്ഞത് UAE-യിൽ തന്നെ ഏതാണ്ട് 100ഓളം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു എന്നാണ്. ബഹ്റൈനിലെ നേവൽ ബേസിനെ കുറിച്ച് നിങ്ങൾ തന്നെ തിരക്കി നോക്കുക. ശക്തമായ അടിയാണ്. അതായത് സാറ്റലൈറ്റ് പിക്ചേഴ്സ് സഹിതം പലരും പുറത്തുവിട്ടിട്ടുണ്ട്. ആക്രമണത്തിന് മുമ്പും ആക്രമണത്തിന് ശേഷമുള്ള അതിൻ്റെ അവസ്ഥ അമേരിക്ക അവിടെ നേരിട്ടിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള ഒരു പരാജയമാണ്. ഇങ്ങനെ അവർക്ക് ഓരോ നേവൽ ബേസുകളിലും അവരുടെ മിലിറ്ററി ബേസുകൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം എത്ര കണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അതിലൊക്കെ രസം, ട്രംപ് വിചാരിച്ചത് ഈ അറബ് രാജ്യങ്ങളൊക്കെ ഇറാൻ്റെ നേരെ തിരിയുമെന്നാണ്. ഇറാൻ അവിടെയുള്ള അമേരിക്കൻ ബേസുകളെ ആക്രമിച്ചപ്പോൾ പല രാജ്യങ്ങളും അതിനെ അപലപിച്ചു, ഞങ്ങളുടെ രാജ്യത്തെ കടന്നു കയറുതെന്നൊക്കെ പറഞ്ഞെങ്കിലും അവരാരും തന്നെ ഇറാനെ ആക്രമിക്കുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു പ്ലാനില്ല. അമേരിക്കൻ താവളങ്ങൾ ഇറാൻ ആക്രമിക്കുന്നെങ്കിൽ ആക്രമിച്ചോട്ടെ എന്ന് തന്നെയാണ് അറബ് രാജ്യങ്ങളുടെ തീരുമാനം. വേണമെങ്കിൽ അമേരിക്ക തന്നെ അവരെ സംരക്ഷിക്കട്ടെ എന്നുമാണ് അവർ കരുതുന്നത്. ട്രംപ് കരുതുന്നത് പോലെ അവരാരും തന്നെ ഇറാനുമായിട്ട് യുദ്ധത്തിന് പോകുന്നില്ല. അവർക്കങ്ങനെ ഒരു അജണ്ടയേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോഴും അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്രമാത്രം നാശനഷ്ടങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് കുറേ കാലം കഴിഞ്ഞ് മാത്രമേ അറിയാൻ പറ്റൂ. അതേപോലെ തന്നെയാണ് ഇസ്രായേലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൽ ഇടതടവില്ലാതെ ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇസ്രായേലിലും ശക്തമായിട്ടുള്ള മാധ്യമ നിയന്ത്രണമുണ്ട്. വാർത്തകളൊന്നും തന്നെ അവിടെ സംഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും തന്നെ അവിടുത്തെ പത്രങ്ങളോ ആൾക്കാരോ പുറത്തുവിടാൻ പാടില്ല എന്ന് അതിശക്തമായിട്ടുള്ള നിയന്ത്രണം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എത്ര നിയന്ത്രണം ഏർപ്പെടുത്തിയാലും ശരി, കിട്ടാനുള്ളതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഏതെങ്കിലും സമയത്ത് ഇതെല്ലാം നമ്മുടെ മുമ്പിലേക്ക് വരും. എന്തായാലും ശരി, നമ്മുടെ മുമ്പിലത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തേക്ക് അതിഥികളായിട്ട് വന്ന് മടങ്ങിപ്പോയ ഈ നാവികരെ നമ്മുടെ തന്നെ സമുദ്രാതിർത്തിയിൽ വെച്ച് ഒരു ചതിയിലൂടെ അമേരിക്ക കൊലപ്പെടുത്തിയിട്ട് അതിനെതിരെ ഒരക്ഷരം പോലും ശബ്ദിക്കാത്ത നമ്മുടെ ഭരണകൂടമാണ്. അവർ മാറി ചിന്തിച്ചേക്കും. പല കാര്യങ്ങളിലും നരേന്ദ്രമോദി മാറി ചിന്തിച്ചിട്ടുണ്ട്. ഇതിലും മാറി ചിന്തിച്ചേക്കും എന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു.